നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള ജംബോ ജെറ്റ് യൂട്യൂബ് ചാനലിലേക്കും നമ്മുടെ ഫേസ്ബുക്ക് ചാനലായിട്ടുള്ള ജംബോ ജെറ്റ് സുനന്ദ പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ കുറേ കാലമായി നമ്മൾ ആകെ സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. 4 മാസമായി നമ്മൾ കിടപ്പിലായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ എണീറ്റ് വന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു പാഠം നമ്മൾ മനസ്സിലാക്കി. എന്താ വെച്ചാൽ, നമ്മൾ ഇതിന് മുന്നേ ഒരു 4 വർഷം മുന്നേ നമ്മളിത് 6 മാസം കിടപ്പിലായിരുന്നു. അന്ന് നമ്മൾ ഇത് വീണ്ടും വരുമെന്ന് നമ്മൾ വിചാരിച്ചില്ല, നമ്മൾ പഠിച്ചില്ല. ഇപ്പോൾ വീണ്ടും പഠിച്ച്. അതെന്താ വെച്ചാൽ, പഠിച്ച പാഠം എന്താ വെച്ചാൽ, നമുക്ക് അതായത് 2010 തുടങ്ങിയ ഒരു അസുഖമായിരുന്നു ഇത്, ഈ അസുഖം. പക്ഷേ ഈ അസുഖം നമുക്ക് മാറുമ്പോൾ നമ്മളെന്ത് വിചാരിക്കും, അതൊക്കെ മാറിയെന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ പഴയ ചെറുപ്പകാലങ്ങളെ പോലെ ആയിരിക്കും നമ്മൾ മാറും. പിന്നെ നമ്മൾക്ക് ഇത് പറ്റിക്കഴിഞ്ഞാൽ അത് ഡോക്ടർ ചെയ്യാൻ പാടില്ലാത്തതെന്നൊക്കെ അത് നിങ്ങളങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷേ നമ്മൾ മറക്കും. വീണ്ടും നമ്മൾ അത് ചെയ്യും. അത് വീണ്ടും നമ്മൾ അസുഖം ഇപ്പോൾ 2 പ്രാവശ്യമായി. ഇനിയിപ്പം ഡോക്ടർ പറഞ്ഞത് ഇനി മരിച്ചാലും മറക്കൂല, അങ്ങനെ ആയിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ അസുഖം എന്ന് പറയാൻ നമ്മുടെ ഡിസ്കിനാണ് നമുക്ക് പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിസ്കിന് പ്രശ്നം. പിന്നെ വേറൊരു ആക്സിഡൻറ്റ്, നമുക്ക് കയ്യിന് എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുരു എന്ന് പറഞ്ഞ പോലെ ഡിസ്ക് 1.5 മാസമായിട്ട് നമുക്ക് തീരെ വയ്യാതെ കെടുപ്പിലായിരുന്നു. അതോടുകൂടി നമ്മൾ വീഴുകയും ചെയ്തു. വീണ് എല്ലും പൊട്ടി. അപ്പോൾ 2 എണ്ണം നമ്മൾ സഹിച്ച്. അപ്പോൾ നമ്മൾ ഒരു പാഠം പഠിച്ച്. ആദ്യം നമ്മൾ പാഠം പഠിച്ചാണ് നമ്മൾ കെടുപ്പിലായ നമ്മളെ പായം മാത്രം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു പാഠം. അത് പക്ഷേ നമ്മൾ മറന്ന്, നമുക്ക് അരണരം നമ്മൾ മറക്കും. നമ്മളെ മനസ്സ് ശുദ്ധമായതുകൊണ്ട് നമ്മളൊക്കെ മറക്കും. നമുക്ക് ശത്രുക്കളും ഇല്ല, നമുക്ക് ആരുമില്ല. ശത്രുക്കളില്ല, മനുഷ്യന്മാർക്ക് ആർക്കും ശത്രുക്കളില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ശത്രുക്കളില്ല എന്ന്. പക്ഷേ ഇല്ല, എൻ്റെ സങ്കല്പത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളാരോടൊന്നും തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ നമുക്ക് എന്തിനാ ശത്രുക്കളുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ വീണ്ടും എന്താ എനിക്ക് വീണ്ടും സുഖമില്ലാതായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു പാഠം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഏത് മനുഷ്യന്മാർക്കും ഭൂമിയിൽ തന്നെ സ്വർഗ്ഗം നരകം എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത്. അതായത് തീരെ ഗടുപ്പിലായ ആളുണ്ട്, വീട്ടുകാരുണ്ട്. പക്ഷെ നമുക്കൊന്നും കയ്യൊക്കെ എല്ല് പൊട്ടിയിട്ട് ഇതായാലും നമ്മൾ പിന്നെ ഒരു കൈയായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് മറ്റേ കൈ നമ്മളെ സപ്പോർട്ടാണ്, അതില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിച്ച്. അപ്പോൾ 4 മാസമായി. അപ്പോൾ ഡിസ്കൗണ്ട് വയ്യാതെ 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ 2.5 മാസം ഈ കൈ കൊണ്ട് വയ്യാതായി. അപ്പോൾ നമ്മൾ മനുഷ്യന്മാർ ശ്രദ്ധിക്കുക, നമ്മൾ വീഴാതെയൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഒരിക്കൽ ഡിസ്കിന് വല്ല അവയവത്തിനും പറ്റി കഴിഞ്ഞാൽ പിന്നെ കാലാകാലം മാറില്ല. ആദ്യത്തെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 2ാമത്തെ ഡോക്ടർ പറഞ്ഞത് ഇതൊരിക്കലും മാറില്ല, നിങ്ങൾ ശ്രദ്ധിക്കല്ലാതെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് കോണിയൊന്നും കയറാതിരിക്കുക, പിന്നെ ചാടി കളിക്കാതിരിക്കുക, അതൊക്കെ ചെയ്യുക, ശ്രദ്ധിക്കുക. അവിടെ ചാടുക, ഇവിടെ ചാടുക, കോണി കയറാതിരിക്കുക, അങ്ങനത്തെ ഒക്കെ ശ്രദ്ധിക്കുക. നമുക്കൊരു നട്ടലെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് എപ്പോഴും ബോധം വേണം. അതിന് കേട് പറ്റിക്കണമെങ്കിൽ ഒരു രക്ഷയില്ല നമ്മൾ മനസ്സിലാക്കണം. ദൂരെ യാത്ര ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ കോണി കയറാതിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. വെയിറ്റ് പൊക്കാതിരിക്കുക, അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. പക്ഷേ നമ്മൾ മാറിയത് നമ്മൾ ശ്രദ്ധിക്കില്ല, അങ്ങനെ പറ്റിയ 2ാമത്. പക്ഷേ 4 മാസം എൻ്റെ 4 മാസം എൻ്റെ വീട്ടുകാർ, നമ്മളെ വീട്ടിലുള്ളവർ തന്നെയാണ് നമ്മളെ രക്ഷയ്ക്കായിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ടൊരു പാഠം പഠിച്ചു. അപ്പോൾ ആ പാഠം എല്ലാ മനുഷ്യന്മാരും മനസ്സിലാക്കുക. നമുക്ക് ഒരു അവയവത്തിനൊരു കേട് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം ആദ്യം സൃഷ്ടിച്ച പോലെ ഒന്നായിരിക്കില്ല അവയവത്തിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞൊക്കെ അതുപോലെ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ വീഡിയോയുടെ നിർത്തുന്നു. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ, മറക്കരുതേ. അതായത് നമ്മുടെ ചാനൽ, യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണ്? ജംബോ ജെറ്റ്. അതടിച്ചാൽ നിങ്ങൾക്ക് വരും, ജംബോ ജെറ്റ് എന്ന് അടിച്ചാൽ വരും. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ പേരെന്താണ്? ജംബോ ജെറ്റ് സുനന്ദ. ഇനിയെങ്കിലും നമുക്ക് ഒരു പുനർജന്മം കിട്ടിയതാണ്. നിങ്ങളൊക്കെ ഒന്ന് നമ്മളെ സഹായിച്ച് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, വീഡിയോ ഒക്കെ കാണുക. നമ്മൾ ഓരോ മെസ്സേജസൊക്കെ നിങ്ങൾക്ക് തരും, നല്ല മനുഷ്യന് ചെയ്യേണ്ട ഓരോ നല്ല നല്ല മെസ്സേജസൊക്കെ തരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാം കേട്ടോ. എന്നാൽ ഓക്കെ, ബൈ ബൈ, ടാറ്റ, സി യു. നമുക്ക് വീണ്ടും കാണാം.